പലപ്പോഴും ഈ ആത്മഹത്യകൾ ആഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ഒരു മരണവും ആഘോഷിക്കപ്പെടരുത്, അത് എവിടെ നടന്നാൽ പോലും. പക്ഷേ ഈ അടുത്ത കാലത്തെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം 2 വർഷം മുമ്പ് അമൽജ്യോതിയിൽ നടന്നത് എന്താണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഒപ്പം തന്നെ ഈ അടുത്ത നാളുകളിൽ ക്രൈസ്തവ സ്ഥാപനമായിട്ടുള്ള പാലക്കാട് ഒരു സ്കൂളിൽ നടന്ന ഒരു സംഭവം, അതൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളിന് നേരെ ആക്രോശമായി, സ്ഥാപനത്തിന് നേരെ ആക്രോശമായി, സമരമായി, അതായി ആ രീതിയിലേക്ക് പോകുന്നു. ഇത്തരത്തിലുള്ള പല ആത്മഹത്യകളെക്കുറിച്ചും പിന്നീട് നമ്മൾ അന്വേഷിച്ച് ചെയ്യുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുമാണ് അതിൻ്റെ പിന്നിലെന്ന് പലപ്പോഴും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ സമാനമായിട്ട് നമുക്കിപ്പോൾ അമൽജ്യോതിയുടെ തന്നെ കേസെടുക്കുകയാണെങ്കിൽ ആ സംഭവം നടന്ന് ദിവസങ്ങൾക്ക് ഉള്ളിൽ തൊട്ടടുത്ത് തന്നെ തൊടുപുഴയുള്ള ഒരു അലസർ സ്ഥാപനം, അവിടെ നടന്ന ഒരു ആത്മഹത്യ, ആ ഒരു സംഭവത്തോടും അമൽജ്യോതി നടന്ന സംഭവത്തോടും എങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഒപ്പം തന്നെ മാധ്യമങ്ങളും പ്രതികരിച്ചത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വളരെ ഒരു വലിയ രീതിയിലുള്ളൊരു ഇരട്ടത്താപ്പല്ല. അതായത് ക്രൈസ്തവ സ്ഥാപനങ്ങളെ താറടിക്കുക, എന്താണ് സംഭവിച്ചത്, എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന യാഥാർത്ഥ്യം അറിയുന്നതിന് മുമ്പ് തന്നെ കടിച്ചു കീറാൻ വരുന്ന ഒരു പ്രവണത, അത് വളരെ കുറ്റകരമായിട്ടുള്ളൊരു ഇരട്ടത്താപ്പ് തന്നെയല്ലേ? തീർച്ചയായിട്ടും. അതായത് ആത്മഹത്യകൾ ഇപ്പം ആരുടെ ആയാലും എവിടെ വെച്ചുള്ളതായാലും തീർച്ചയായിട്ടും വലിയ കരുണയോടുകൂടെ തന്നെ നമ്മൾ തന്നെ വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഏത് സാഹചര്യത്തിൽ എത്ര വലിയ ദുരിതത്തിന്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ എത്ര വലിയ കാരണങ്ങളുടെ പേരിലായാലും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം വേദനാജനകമാണ്. പക്ഷെ അതിനെ പോലും കൊണ്ടുവരുന്നത് ഈ സഭയെ അടിക്കാനുള്ള വടിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം. അതായത് കത്തോലിക്ക സ്ഥാപനത്തിലാണെങ്കിൽ അവിടെ സ്വാഭാവികമായി ഡിസിപ്ലിനറി ആക്ഷൻസ് നമുക്കറിയാം. സ്ഥാപനങ്ങളിൽ വിടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് അവർ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി എന്ന് പറയുക ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ ക്വാളിറ്റി ഫോർമേഷൻ കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പാതിരാത്രിയും വന്ന് കയറാവുന്ന ഇടമല്ല നമ്മുടെ ക്രൈസ്തവ സ്ഥാപനത്തിലെ ഒരു ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വസ്ത്രവും ധരിച്ച് എതിരെ നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. അതിൻ്റെതായ ഒരു ഡിസിപ്ലിനറി സംവിധാനങ്ങളുണ്ട്. അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ വൈദികരും സമർപ്പിതരും ഒക്കെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പോവുകയും അവിടെ സർവീസ് ചെയ്യുകയൊക്കെ ചെയ്യുക. നമ്മുടെ ഒരു സ്ഥാപനമായി കഴിയുമ്പോൾ അതിൻ്റെതായ ചില ഡിസിപ്ലിൻ അവിടെ കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇതര സ്ഥാപനങ്ങളോട് നമുക്ക് എന്താ വ്യത്യാസമുള്ളത്? അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് ഈ അക്രൈസ്തവരായിരിക്കുന്ന അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ഒക്കെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും നമ്മളുടെ സ്ഥാപനങ്ങൾ തേടി പിള്ളേരെ വിടാനുള്ള കാരണം എന്താ? ഒന്ന്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. 2, ക്വാളിറ്റി ഫോർമേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ പഠിക്കുക, എപ്പോഴെങ്കിലുമൊക്കെ കോളേജിൽ പോവുക, എങ്ങനെയെങ്കിലുമൊക്കെ നടക്കുക. അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനത്തിന് ഒരിക്കലും മുമ്പോട്ട് പോകാനായിട്ട് കഴിയില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങളുടെ പേരില് ചില സംഭവങ്ങൾ നടന്നു കഴിയുമ്പോൾ അതിനെ ആ രീതിയിൽ മനസ്സിലാക്കാതെ സഭയെ അടിക്കാനുള്ള വടിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുക, ഈ നമ്മൾ ആദ്യം പറഞ്ഞ ഇതര ചില സ്ഥാപനങ്ങളിലൊക്കെ എന്ന് പറയുന്നത് ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യങ്ങളെ പരിസരത്തേക്കാൾ പോലും പോകുന്നുണ്ടാവില്ല. അതായത് അതൊരിക്കലും ഒരു മൂല്യമൊന്നുമല്ല. അതായത് ഈ ഒരു സ്ഥാപനത്തില് എന്തുമാകാം, അവിടെ എങ്ങനെയും പെരുമാറാം എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളോ അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവന്റെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളോ അല്ലെങ്കിൽ അവന്റെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരു ക്വാളിറ്റി ഒന്നും അല്ലത്, ഒരു മൂല്യമൊന്നുമല്ല. പക്ഷേ അത് മൂല്യമാകുന്ന എപ്പോഴാണെന്നറിയോ? അതായത് ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ട് നാളെ അവനെ ലഹരി മരുന്ന് വിൽപ്പനക്കാരനായിട്ടും അവനെ പോസ്റ്റർ ഒട്ടിക്കാനുള്ളവനായിട്ടും വണ്ടി തടയാനുള്ളവനായിട്ടും കല്ലെറിയാനുള്ളവനായിട്ടും മാറ്റാനുള്ള മൂവ്മെന്റുകൾക്ക് അതിന്റെ നേതാക്കന്മാർക്ക് ഇതൊരു വലിയ സംഭവമാണ്. അവിടെ എന്തുവാകാം. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇവരുമായിട്ട് ചില ടൈപ്പ് ഉണ്ടാവും. എങ്ങനെയെങ്കിലും അവസാനം പരീക്ഷയ്ക്ക് ജയിച്ച് എങ്ങനെയും കാണിച്ചു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തുമൊക്കെ അങ്ങനെ പോകും. പക്ഷേ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വളർത്താനും നന്നായിട്ട് പോകുന്ന സ്ഥാപനങ്ങളെ അടിച്ചമർത്താനും അതിന്റെ പേരിൽ സഭയെ അപമാനിക്കാനുമുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. ഇപ്പം അമൽജ്യോതിയിലും അല്ലസറിലും നടന്ന സംഭവങ്ങള്, അടുത്ത കാലത്ത് നടന്ന ചില കുഞ്ഞുങ്ങളുടെ ആത്മഹത്യകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേക്ക് കൈകാര്യം ചെയ്യുന്നതിൽ നമ്മളുടെ ഒരു സാമൂഹിക ബോധം പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ഇതിന്റെ ഈ ആത്മഹത്യയെക്കുറിച്ചോ അല്ലെ ആത്മഹത്യ ചെയ്ത വ്യക്തിയെക്കുറിച്ചോ അതിന് കാരണമായ സാഹചര്യങ്ങളെ കുറിച്ചോ അല്ലെ അതിന്റെ വേദന അനുഭവിക്കുന്ന പേരൻസിനെ കുറിച്ചോ ഒന്നുമല്ല കൺസേൺ. എങ്ങനെയെങ്കിലും ഈ സ്ഥാപനത്തെ അങ്ങോട്ട് അവഹേളിച്ച് അപമാനിച്ച് കൂട്ടാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യം, ആ രീതിയിൽ കൂട്ടിക്കുക. അതുപോലെ തന്നെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യത്തോട് ഒട്ടും താല്പര്യമില്ലാത്ത ചില സ്ഥാപനങ്ങളെ പ്രൊമോട്ട് ചെയ്യാനുള്ള ചില സാഹചര്യങ്ങൾ കൂടി ഇവിടെ അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ ലഹരി മരുന്ന് വിൽപ്പനയ്ക്ക് നടക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അഭയം കൊടുക്കാൻ ഒരിക്കലും അത് അറിഞ്ഞുകൊണ്ട്, അറിയാതെ ഉണ്ടാകാം കേട്ടോ, അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ക്രൈസ്തവ സ്ഥാപനത്തിന് ഒരിക്കലും നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു ജീവിതക്രമം കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് തോന്നുമ്പോൾ വന്ന് കയറാൻ കഴിയുന്ന ഒരിടമായിട്ട് ക്രൈസ്തവ സ്ഥാപനത്തിന്റെ ഒരു ഹോസ്റ്റലും ഒരു വിദ്യാലയവും അവിടെ മാറാനായിട്ട് പാടില്ല. നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന്റെ ചില മാനേജ്മെന്റ് പോളിസികൾ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതനുസരിച്ചല്ലേ പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ, നിലപാടെടുക്കുന്നതിന്റെ പേരിൽ ആ പ്രിൻസിപ്പളിനെ ക്രൂശിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ
അത് ഒരിക്കലും ഒരു ആരോഗ്യകരമായ പ്രവണതയല്ല. അത് ചെന്ന് അവസാനിക്കുന്നത് എന്തുമാകാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ്. നമുക്ക് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് അതിന്റെ ഒരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് വിട്ട് നമുക്ക് പെരുമാറാനായിട്ട് പറ്റത്തില്ല. ആ എത്തിക്സിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥി മാത്രമേ അവിടെ പഠിച്ചാൽ മതി എന്ന് പറയേണ്ടതായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെട്ട് വരികയാണ്. കാരണം നിങ്ങൾ സ്ഥാപനം നിർത്തിക്കൂ, ഞാൻ വന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഞാൻ എന്റെ കൊച്ചു അല്ലെങ്കിൽ പേരൻസ് പറയാറില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കൊച്ചിനെ അവിടെ വിട്ട് പഠിപ്പിക്കാം. പക്ഷെ കൊച്ചിന് തോന്നുന്ന പോലെ അവിടെ പെരുമാറാനായിട്ടുള്ള അവസരം കൊടുക്കുക. പക്ഷെ അങ്ങനെ വരുമ്പോ അവിടെ ഒരു ക്രൈസ്തവ സ്ഥാപനത്തിന്റെ ആവശ്യമില്ല. ക്രൈസ്തവ സ്ഥാപനമാണെങ്കിൽ നമ്മളുടെ ആ ഡിസിപ്ലിൻ കൃത്യമായിട്ട് തന്നെ കീപ്പ് ചെയ്ത് പോകണം. അത് പൊതുസമൂഹം അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ പ്രശ്നം ഉണ്ടാകാൻ വരുന്ന 10-100 ആളുകൾക്ക് അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ മറ്റു ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. സഭയെ അപമാനിക്കാനോ അല്ലെ മറ്റൊരു തരത്തിലുള്ള സ്ഥാപനത്തെ വളർത്താനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില പൊളിറ്റിക്സുകളുടെ ഭാഗമായിട്ടോ ഒക്കെ ആയിരിക്കാൻ വരിക. പക്ഷെ അത് ആത്യന്തികമായിട്ട് ബാധിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ നന്മയെയും ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ഈ സ്ഥാപനം പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെ രക്ഷപ്പെട്ടു പോകുന്ന നൂറുകണക്കിന് കുടുംബങ്ങളെയും അത് ബാധിക്കുക. അതാണ് ഇതിനകത്തെ ഒരു കാര്യം. തീർച്ചയായിട്ടും ആ ഒരു ഇരട്ടത്താപ്പ് മലയാളിയുടെ സാമൂഹ്യ ബോധം, അതായത് സാംസ്കാരിക നായകന്മാരാണെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രതികരണ ശേഷി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആളുകൾ തെറ്റായ രീതിയിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു ദുരിതമാണ്.